ഗൈസ്, നമ്മളിപ്പോ ബുറാഖ് ഡാമിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. എന്റെ മോനെ നോക്ക്, വെള്ളം ഫുള്ള് നിറഞ്ഞിരിക്കുന്നു. റെജി, ഇത് കണ്ടോ? എനിക്ക് വയ്യ ഗൈസ്, നോക്ക് വെള്ളം നോക്ക്. ഒരു രക്ഷയില്ലാട്ടാ. നോക്ക് നിങ്ങള്, എന്റെ പൊന്നു, ഇവിടം വരെ വെള്ളമാണ് ഗൈസ്, ഇവിടം വരെ. ഇതുകൊണ്ടോ? എനിക്ക് വയ്യ. ഡാമിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ സ്ഥലം തൊട്ട് അത് നോക്കിയേ, നമ്മൾ ആ വഴിയാണ് അന്ന് അവിടെ കയറിപ്പോയത്. അവിടം വരെ വെള്ളമാണ് ഗൈസ്. ഇത് കണ്ടോ, വണ്ടി ഇവിടെ കിടക്കുന്നത്. ഇത് നോക്ക്, മുന്നോട്ടൊന്നും പോകാൻ പറ്റില്ല. മൈ ഗോഡ്, ഇൻ ദ റെയിൽവേ സ്റ്റേഷൻ. എന്താ വ്യൂ ഉണ്ടല്ലേ. ഓ, ഇത്രയും വെള്ളം ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചല്ല കേട്ടോ. എൻ്റെ പൊന്നു, മായിക്കോട്ടെ, അങ്ങോട്ടൊക്കെ നോക്കി, ആ ഭാഗത്തൊക്കെ വെള്ളത്തിൻ്റെ 5ാം കളി എന്നൊക്കെ പറഞ്ഞ ഇതാണ്. അമ്പട, യോ അമ്പട മൊത്തേ. ഗായ്സ്, ഇത് കണ്ടോ? ഇതെന്താ, കൊക്കയോ? മൈ ഗോഡ്, എന്താ വ്യൂ. ഒരു രക്ഷയില്ല കേട്ടോ. അവിടെയൊക്കെ വെള്ളമുണ്ട്. എൻ്റെ അമ്മ, ഇവിടെ 1.5 മഴയാണല്ലോ പെയ്തിരിക്കുന്നത്. എന്താണ്, പ്രെഡേറ്റർ വല്ല ഉണ്ടോ? നോക്ക്, എൻ്റെ പൊന്നോ. ആ ഭാഗം നോക്കിയാൽ അവിടം വരെയൊക്കെ വെള്ളം ഫുള്ള് നിറഞ്ഞിരിക്കുകയാണ്. എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല, ഇത്രയും വെള്ളം കിട്ടിയിരിക്കുന്നു അവിടെ. എൻ്റെ അമ്മ, അപ്പം എന്ത് മഴയായിരിക്കും ഇവിടെ പെയ്തുണ്ടാവുക. മാൻ, ആ ഭാഗത്തേക്ക് വഴിയുണ്ടോ നോക്കട്ടെ കേട്ടോ. ഇത് പോയിട്ട് എൻ്റെ അമ്മോ, രക്ഷയില്ലാത്ത കാഴ്ച. അപ്പോൾ ഗൈസ്, ഞാനിതാ വേറൊരു വ്യൂ പോയിന്റിലെത്തിരിക്കുകയാണ്, ബുറാഖ് ഡാമിൻ്റെ തന്നെ. ചുറ്റി വളഞ്ഞ് മല കയറി ഞാനിതാ മുകളിലെത്തി. ഇത് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് സൈഡാട്ടോ ബുറാഖ് ഡാമിൻ്റെ. നമുക്ക് അതിനുള്ളിൽ കൂടെ വഴിയിൽ വരാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ചുറ്റി വളഞ്ഞ് വേറൊരു വഴി എടുത്ത് വന്നു. അത് കണ്ടില്ലേ, നല്ല വ്യൂ ആണ് ഇവിടുന്ന്. ഓക്കെ, ഓ, ബ്യൂട്ടിഫുൾ വ്യൂ ഓഫ് ദ ഡാം. എന്ത് രസമാണ് കാണാൻ. നിറഞ്ഞു കിടക്കുകയാണ് ഡാം, കണ്ട, അടിപൊളി. ഓ, എന്ത് രസം നോക്കിയേ.
ഇവിടം വരെയൊക്കെ വെള്ളം വന്നിട്ടുണ്ട്. അടിപൊളി. അത് ആ ലെവലിൽ നിറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുകളിൽ കൂടെ വെള്ളം ഒഴുകിപ്പോകും പുറത്തേക്ക്. അതാണ് അതിൻ്റെ ടെക്നിക്ക്. ഇപ്പോൾ പിടികിട്ടിയോ? നോക്കി ആ മരങ്ങളൊക്കെ വെള്ളത്തിൽ വെക്കുന്നത്. ഞാൻ റെജിയോട് അന്ന് വന്നപ്പോൾ പറഞ്ഞപ്പോൾ റെജി വിശ്വസിച്ചില്ല ഇത്രയൊക്കെ വെള്ളം വരുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ? ഞങ്ങൾ നാച്ചുറലായിട്ട് പുല്ല് മേന്ന് കണ്ടില്ലേ? ഈ ഏരിയയിൽ കണ്ടില്ല, ഈ ഭയങ്കര ഗ്രീനറിയാണ് ഈ ഏരിയയിലൊക്കെ. E84 എന്ന് പറയുന്ന ഹൈവേയിലാണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ. ഈ ഹൈവേയുടെ രണ്ട് ഭാഗത്തും ഇതുപോലെ ഡെസേർട്ടാണ്, മൗണ്ടൻസ് ഉണ്ട്. അപ്പം പക്ഷേ ഈ രണ്ട് ഭാഗത്തും നല്ല ഗ്രീനറിയാണ്. ഇപ്പോൾ ഇങ്ങനെ പുല്ലൊക്കെ നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ? ചെറിയ ഒട്ടകത്തിൻ്റെ കുട്ടിയൊക്കെ ഇവർ മേയ്ന്ന് കണ്ടില്ലേ? എന്ത് രസം. നല്ല ഗ്രീനറിയാണ് ഇവിടെ.